നമസ്കാരം. ആഗോളതലത്തിൽ തന്നെ വിസ്മയിപ്പിക്കുന്ന വിധം യുഎഇയിലെ വിസ അപേക്ഷകരുടെ സ്വഭാവത്തിൽ മൗലികമായ പരിവർത്തനം ദൃശ്യമാകുന്നു. പുരുഷാധിപത്യം നിലനിന്നിരുന്ന തൊഴിൽ കുടിയേറ്റ മേഖലയിൽ 2025 കണക്കുകൾ പ്രകാരം സ്ത്രീ യാത്രികരുടെ എണ്ണം 50% അടുക്കുന്നത് സ്ത്രീ ശക്തിയുടെ വളർച്ചയുടെ കൂടി ഫലമാണ്. കുടുംബത്തെ ആശ്രയിക്കാതെ തന്നെ സ്വന്തം കരിയർ ലക്ഷ്യമിട്ട് അതിർത്തി കടക്കാൻ സ്ത്രീകൾ കാണിക്കുന്ന ഈ ആത്മവിശ്വാസം പുതിയ കാലത്തിന്റെ അടയാളമാണ്. ശക്തമായ സുരക്ഷാ കവചവും ലിംഗഭേദമില്ലാത്ത തൊഴിൽ സംസ്കാരവും യുഎഇ സ്ത്രീകളുടെ ആഗോള ഹബ്ബാക്കി മാറ്റുന്നു. ഒരു രാജ്യത്തിന്റെ വളർച്ചയിൽ സ്ത്രീ സാന്നിധ്യം എത്രത്തോളം നിർണായകമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ ട്രെൻഡ്. യുഎഇയിൽ വിസയ്ക്കായി അപേക്ഷിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണുള്ളത്. 2025 കണക്കനുസരിച്ച് ആകെ യാത്രക്കാരിൽ ഏകദേശം പകുതിയോളം സ്ത്രീകളായിരുന്നു. പല കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇത് ആഗോള മൊബൈലിറ്റിയിലെ വലിയ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഈ വാർത്ത. സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്ന് യുഎഇ ആണെന്നുള്ളതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല. സുരക്ഷിതത്വം യുഎഇയിൽ വേണ്ടുവോളമുണ്ട്. ആഗോള സുരക്ഷാ സൂചികയിൽ വർഷങ്ങളായി യുഎഇ മുൻനിരയിൽ തന്നെയാണ്. രാത്രികാലങ്ങളിൽ പോലും ഭയമില്ലാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യം, ശക്തമായ നിയമ സംവിധാനം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളോടുള്ള സീറോ ടോളറൻസ് നയം എന്നിവ ലോകമെമ്പാടുമുള്ള സ്ത്രീകളെ യുഎഇയിലേക്ക് ആകർഷിക്കുന്നു. ആഗോള സുരക്ഷാ പട്ടികയിൽ ഒന്നാമതെത്തിയ യുഎഇയുടെ നിയമവ്യവസ്ഥ സ്ത്രീകൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. രണ്ടാമത്തെ കാരണം തൊഴിൽ മേഖലയിലെ തുല്യനീതിയാണ്. യുഎഇയിലെ തൊഴിൽ നിയമങ്ങൾ ലിംഗസമത്വത്തിന് വലിയ പ്രാധാന്യം നൽകുന്നതാണ്. ഒരേ തസ്തികയിലുള്ള പുരുഷനും സ്ത്രീക്കും തുല്യവേതനം ഉറപ്പാക്കുന്ന നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട്. ഏവിയേഷൻ, ടെക്നോളജി, ഹെൽത്ത് കെയർ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾക്ക് വലിയ അവസരങ്ങളാണ് ഇന്ന് ലഭിക്കുന്നത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകളായ സ്ത്രീകൾ യുഎഇ തൊഴിൽ വിസകൾ നേടാൻ കാരണമാകുന്നുണ്ട്. തുല്യവേതന നിയമം നിലവിൽ വന്നതോടെ പ്രൊഫഷണൽ രംഗത്ത് പുരുഷന്മാർക്കൊപ്പം തന്നെ വരുമാനം നേടാൻ സ്ത്രീകൾക്കും സാധിക്കുന്നു. മൂന്നാമത്തെ കാരണത്തിലേക്ക് വന്നാൽ അത് ബിസിനസ് സൗഹൃദ അന്തരീക്ഷമാണ്. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് യുഎഇ വലിയ പിന്തുണ തന്നെ നൽകുന്നുണ്ട്. വുമൺ ഓന്റർപ്രണർഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക ലൈസൻസുകളും ഫണ്ടിംഗ് സൗകര്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോൾഡൻ വിസ പദ്ധതിയും ഫ്രീലാൻസ് വിസകളും വന്നതോടെ സ്വതന്ത്രമായി ജോലി ചെയ്യാനും സംരംഭങ്ങൾ തുടങ്ങാനും ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് യുഎഇ പ്രിയപ്പെട്ട ഇടമായി മാറി. പണ്ട് കാലങ്ങളിൽ പുരുഷന്മാർ ജോലി തേടി പോവുകയും സ്ത്രീകൾ പിന്നീട് ഫാമിലി വിസയിൽ അവരെ പിന്തുടരുകയും ചെയ്യുന്നതായിരുന്നു രീതി. എന്നാൽ 2025 കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകൾ സ്വന്തം നിലയിൽ തൊഴിൽ വിസയ്ക്കായി അപേക്ഷിക്കുന്നതിലെ വർധനവാണ്. ഇത് സ്ത്രീകൾ സാമ്പത്തികമായി സ്വതന്ത്രരാകുന്നതിന്റെയും ആഗോളതലത്തിൽ തങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കാൻ തയ്യാറാകുന്നതിന്റെയും സൂചനയാണ് നൽകുന്നത്. ജെൻസിയുടെ മാറിക്കൊണ്ടിരിക്കുന്ന മനോഭാവവും സ്ത്രീകളെ യുഎഇയിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സാമ്പത്തിക സ്വയം പര്യാപ്തത ആഗ്രഹിക്കുന്ന ജെൻസി തലമുറയിലെ പെൺകുട്ടികൾക്ക് യുഎഇയുടെ അന്താരാഷ്ട്ര സാഹചര്യം പ്രിയപ്പെട്ടതാണ്. തൊഴിലിന് പുറമെ വിനോദസഞ്ചാരത്തിനായും യുഎഇയിൽ എത്തുന്ന സ്ത്രീകളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. സുരക്ഷിതമായതിനാൽ തന്നെ സോളോ ട്രാവലിംഗ് നടത്തുന്ന സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി യുഎഇ മാറിയിട്ടുണ്ട്. പരമ്പരാഗതമായ വിസ രീതികളിൽ നിന്ന് വിഭിന്നമായി സ്ത്രീകൾ സ്വന്തം യോഗ്യതയിൽ തൊഴിൽ വിസകൾ നേടുന്നത് സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയ ചുവടുവെപ്പാണ്. സുരക്ഷിതത്വവും അവസരങ്ങളും ഒരുപോലെ ഒത്തുചേരുന്ന യുഎഇ എന്ന സ്വപ്നഭൂമിയിലേക്ക് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സ്ത്രീകൾ ഒഴുകിയെത്തുന്നത് ഒരു പുതിയ സംസ്കാരത്തിന്റെ ഉദയമാണ്. ഭാവിയിൽ കൂടുതൽ പ്രൊഫഷണലുകളും സംരംഭകരും ഇവിടേക്ക് എത്തുന്നത് രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വളർച്ചയ്ക്ക് വേഗത കൂട്ടും. സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീക്കും ആധുനിക യുഎഇ നൽകുന്ന പിന്തുണ ആഗോളതലത്തിൽ തന്നെ വലിയ വിപ്ലവമാണ് ഉണ്ടാക്കുന്നത്. സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രാജ്യം ഏറ്റവും സുരക്ഷിതമായ ഇടമായി തന്നെ തുടരുന്നു. ന്യൂസ് ഡെസ്ക് ഈനാട് ഗ്ലോബൽ.